ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും കുക്കിംഗ് ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാച്ചിലേഴ്സ് ഈ ക്രാബ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ അത് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫിഷ് മാർക്കറ്റിൽ പോയി കൊണ്ടുവന്നതാണിപ്പോൾ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അതിൻ്റെ പുറംചട്ട ആദ്യം തന്നെ എടുത്ത് മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു പൂവ് ഉണ്ടാവും. അപ്പോൾ അത് എടുത്ത് മാറ്റുക. അതിന് പൂവെന്നാണ് കേട്ടോ പറയുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ സെൻറ്റർ ഭാഗത്താണ് ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുന്നത്, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സൈഡിലെ ലെഗ് ഉണ്ടല്ലോ, അത് ഹാഫ് വെച്ച് കട്ട് ചെയ്യുക. കാരണം ആ ഭാഗത്തേക്കൊന്നും അതിൻ്റെ മീറ്റ് ഉണ്ടാവില്ല, അപ്പോൾ വെറുതെ അതിൽ മസാലയിൽ കിടക്കണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് കളയുക. പിന്നെ വലിയ കാല് ഇത് നമുക്ക് രണ്ടും മാറ്റിക്കളയാം. പിന്നെ ഇതൊന്ന് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, പക്ഷേ അത് കട്ട് ചെയ്താലാണ് അതിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കുകയാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അറിയുന്നവർ ക്ഷമിക്കുക കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. പിന്നെ ഇതാ ഈ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നമുക്കിതാ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കിട്ടും. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സൈഡത്തെ ലെഗൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വലിയ അതിൻ്റെ കാലുകൾ മാത്രം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ മേലെ മുള്ളുണ്ടാവും, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെയും സെൻറ്റർ ഭാഗം ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കാലിൻ്റെ ഭാഗത്തുള്ള മുള്ളൊന്ന് കൊത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വലിയൊരു കത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ കാലിൻ്റെ മേലുള്ള മുള്ളൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ പിടിക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പോവും. അല്ലെങ്കിൽ ആ മുള്ളുണ്ടായാലും എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രയാസമാണത്. പിന്നെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് കൈ വെച്ചൊന്ന് പൊട്ടിച്ചാൽ തന്നെ ഇത് പൊട്ടിക്കിട്ടും. അപ്പം നമ്മുടെ ഞണ്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന ഞണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് മാത്രമേ വേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കുലുക്കി കഴുകുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മണ്ണിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോവും. പിന്നെ കുറേ നേരം ഞണ്ട് വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ മീറ്റ് പെട്ടെന്ന് തന്നെ ഇളകി പോകുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല ക്ലീനായ വാട്ടറിലിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായി കഴുകിയെടുത്ത ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയ ശേഷം നമുക്കിതൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പോളിത്തീൻ കവറിലേക്ക് ഇതിട്ട് കൊടുത്ത് നമുക്ക് ഫ്രീസറിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് ഞണ്ട് സീസണിൽ നമുക്ക് കിട്ടുള്ളൂ, എപ്പോഴും ഒന്നും കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ ഇതുപോലെ വാങ്ങിച്ച് സേവ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.